ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ ഒന്നും മാറുന്നില്ല. എത്ര കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു, എന്നിട്ടും ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല. എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അത് നിങ്ങളുടെ ഒരാളുടെയെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകാം. എങ്കിൽ ഈ ഒരു ടോക്ക് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിനുവേണ്ടി ദിവസങ്ങളോളം നമ്മൾ ദുആ ചെയ്യും. രാത്രിയിൽ എഴുന്നേറ്റ് ദുആ ചെയ്യും. നമസ്കാരത്തിന് ശേഷം കൈകൾ ഉയർത്തി ദുആ ചെയ്യും. കണ്ണു നിറഞ്ഞ് ദുആ ചെയ്യും. യാ അല്ലാ, ഇതെങ്കിലും എനിക്ക് നൽകണമേ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയും. പക്ഷേ ദിവസങ്ങൾ കടന്നു പോകും, മാസങ്ങൾ കടന്നു പോകും. നമ്മൾ കാത്തിരുന്ന ആ ഒരു കാര്യം മാത്രം കിട്ടില്ല. അപ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ തളരും. എൻ്റെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ലേ എന്ന തോട്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വരും. പക്ഷേ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ദുആയ്ക്ക് മറുപടി വൈകുന്നു എന്നത് അള്ളാഹു നിങ്ങളെ കേൾക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ല. നമ്മളൊരു കാര്യം ചോദിക്കുന്നു, അള്ളാഹു അതിനെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി അറിയുന്നു. നമ്മൾ കാണുന്നത് ഇന്നാണ്. അള്ളാഹു അറിയുന്നത് ഇന്നും നാളെയും മാത്രമല്ല, നമ്മുടെ എൻ്റെയർ ലൈഫാണ്. നമ്മളൊരു വാതിൽ തുറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു വാതിലിൻ്റെ മറുവശത്ത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിച്ച ഒരു കാര്യം കിട്ടാത്തത് അള്ളാഹു നമ്മളെ അവഗണിച്ചത് കൊണ്ടല്ല, മറിച്ച് നമ്മളെ എന്തിൽ നിന്നെങ്കിലും സംരക്ഷിക്കുന്നതായിരിക്കാം. ദുആയുടെ മറുപടി നമ്മുടെ സമയമനുസരിച്ചല്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സമയപരിധി വിചാരിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് നടക്കണമെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് നമ്മുടെ സമയവുമായി ഒരു കണക്ഷനും ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വിത്ത് നട്ട ഉടനെ പഴം പ്രതീക്ഷിക്കാറില്ല. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാറില്ല. ഒരു വീട് പണിയാൻ തുടങ്ങിയ ദിവസം തന്നെ അത് പൂർത്തിയാകുമെന്ന് കരുതാറില്ല. പക്ഷേ ദുആയുടെ കാര്യത്തിൽ മാത്രം നമ്മൾക്ക് ചോദിച്ച ഉടനെ ഫലം കാണണമെന്നൊരു നിർബന്ധമുണ്ട്. അവിടെ നിന്നാണ് പലപ്പോഴും നിരാശ തുടങ്ങുന്നത്. നമുക്ക് മറുപടി വൈകുന്നതായി തോന്നും. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് വൈകൽ എന്നൊരു കാര്യമില്ല. അവൻ്റെ സമയം പൂർണ്ണമാണ്. ദുആ ഒരിക്കലും വെറുതെയാകുന്നില്ല. നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു ദുആ, അത് നിങ്ങൾക്ക് തോന്നാം, ഞാൻ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷെ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാകാം. നമ്മൾ ചോദിച്ച കാര്യം തന്നെ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു നന്മ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു ദോഷം അകറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് എൻ്റെ ദുആ സ്വീകരിച്ചില്ല എന്ന് പെട്ടെന്ന് വിധി എഴുതരുത്. ദുആയുടെ ഫലം എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ എല്ലായ്പ്പോഴും തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ലഭിച്ചത് ഒരു കാര്യമായിരിക്കും, പക്ഷേ നമുക്ക് ലഭിക്കാതെ പോയ വലിയൊരു അപകടത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അറിയുകയില്ല. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പലർക്കും തോന്നാം. ഈ ഒരു ചോദ്യം ദുഃഖമുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റുള്ളവർക്കെല്ലാം കിട്ടുന്നു, അവരുടെ ദുആ വേഗം സ്വീകരിക്കപ്പെടുന്നു, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന്. മറ്റുള്ളവരുടെ ലൈഫുമായി നമ്മുടെ ലൈഫിനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓരോ മനുഷ്യൻ്റെയും പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് സമ്പത്ത് പരീക്ഷണമാകാം, മറ്റൊരാൾക്ക് ദാരിദ്ര്യം പരീക്ഷണമാകാം. ഒരാൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരീക്ഷണമുണ്ടാകാം, മറ്റൊരാൾക്ക് ലഭിക്കാത്ത എല്ലാ കാര്യങ്ങളിലും പരീക്ഷണമാകാം. അതുകൊണ്ട് നിനക്ക് വൈകുന്നത് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല. ചിലപ്പോൾ കാത്തിരിപ്പ് തന്നെ നമ്മുടെ ഈമാൻ്റെ പരീക്ഷണമായിരിക്കും. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ദുആ വെറും വാക്കുകളാകരുത്. കൈകൾ ഉയർത്തി കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് തീർക്കുന്നതായിരിക്കരുത് ദുആ. ദുആ എന്നത് നമ്മുടെ ദൗർബല്യം സമ്മതിച്ച് നമ്മുടെ ശക്തനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. യാ അല്ലാ, എനിക്ക് കഴിയുന്നില്ല, എനിക്കറിയില്ല, എനിക്ക് വഴികൾ കാണുന്നില്ല, എനിക്ക് നീ വഴി കാണിച്ചു തരണമേ എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ്. നമ്മൾ മനുഷ്യരോട് സഹായം ചോദിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് എത്രമാത്രം കഴിയുമെന്ന് ചിന്തിക്കും. പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവന് കഴിയാത്തത് ഒന്നുമില്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. ദുആ ചെയ്തിട്ട് വീണ്ടും അതേ കാര്യത്തെക്കുറിച്ച് കരയേണ്ടതുണ്ടോ? ഈ ഒരു തോട്ട് പലർക്കും വരുന്നതാണ്. തീർച്ചയായും ദുഃഖമുണ്ടാകാം, കാത്തിരിപ്പ് ബുദ്ധിമുട്ടായിരിക്കും, കരയാം, മനസ്സ് തളരാം. പക്ഷേ ഒരു കാര്യം മാത്രം ഉപേക്ഷിക്കരുത്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ. നിങ്ങൾക്ക് കരയണമെങ്കിൽ കരയുക, പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ കരയുക. മനുഷ്യരുടെ മുന്നിൽ എല്ലാം വിശദീകരിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങളുടെ റബ്ബിനോട് പറയുക, യാ അല്ലാ, എൻ്റെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല, നീ എല്ലാം അറിയുന്നവനാണ് എന്ന്. ഇങ്ങനെയുള്ള ദുആകൾക്ക് വലിയൊരു സത്യസന്ധതയുണ്ട്.
ചിലപ്പോൾ നമുക്ക് വേണ്ടത് കിട്ടാതിരിക്കുന്നതും ഒരു അനുഗ്രഹമായിരിക്കാം. ഇത് അംഗീകരിക്കാൻ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു കാര്യം, അതിനുവേണ്ടി ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമാണിത് എന്ന്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത് നടന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായേനെ എന്ന് ചിന്തിച്ചേക്കാം. അപ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് അടഞ്ഞ വാതിൽ ഒരു ശിക്ഷയല്ലായിരുന്നു, പക്ഷേ അതൊരു സംരക്ഷണമായിരുന്നു എന്ന്. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാകാത്ത അള്ളാഹുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഉടനെ നിരാശപ്പെടരുത്. ദുആയ്ക്കൊപ്പം ശ്രമവും വേണം. ദുആ ചെയ്യുക എന്നത് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നതല്ല. നമുക്ക് കഴിയുന്ന ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു ജോലി വേണമെങ്കിൽ അന്വേഷിക്കണം. പഠിക്കേണ്ടതാണെങ്കിൽ പഠിക്കണം. ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണെങ്കിൽ ശരിയായ മാർഗം തേടണം. ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ വിശ്വസനീയമായ ചികിത്സ തേടണം. അതിനുശേഷം ഫലം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഇതാണ് തവക്കുൽ. ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ ദുആയുടെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ഇനി കാര്യമില്ല എന്നൊരു ചിന്തയാണ്. ഇത്രയും കാലം ചോദിച്ചിട്ടും നടന്നില്ല, ഇനി ചോദിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിച്ച് ആ ഒരു ദുആ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനോടല്ല, നിങ്ങൾ ചോദിക്കുന്നത് സർവശക്തനായ അള്ളാഹുവിനോടാണ്. അതുകൊണ്ട് വൈകിയാലും ചോദിക്കുക, കരഞ്ഞാലും ചോദിക്കുക, മറുപടി കാണുന്നില്ലെങ്കിലും വീണ്ടും ചോദിക്കുക. കാരണം ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം അള്ളാഹുമായി ബന്ധപ്പെടുകയാണ്. രാത്രിയിലെ ദുആയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. എല്ലാവരും ഉറങ്ങിയ ശേഷം വീട് ശാന്തമായിരിക്കും. ഫോൺ മാറ്റിവെക്കുക. കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കുക. അള്ളാഹുവിനെ ഓർക്കുക. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിഷമങ്ങൾ അവനോട് പറയുക. ആരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ അവനോട് തുറന്നു പറയുക. നിങ്ങളുടെ പേടി പറയുക. സ്വപ്നങ്ങൾ, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച് എല്ലാം പറയുക. ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞു നോക്കും. ഇന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം, ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന കാര്യം, ഒരിക്കൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ പറയും, അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എൻ്റെ റബ്ബിന് അറിയാമായിരുന്നു എന്ന്. അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഹൃദയം. എനിക്കെല്ലാം മനസ്സിലാകണമെന്നില്ല, പക്ഷേ എൻ്റെ റബ്ബിന് എല്ലാം അറിയാം. എനിക്ക് മുന്നിലുള്ള വഴി കാണണമെന്നില്ല, പക്ഷേ എൻ്റെ റബ്ബിന് വഴി അറിയാം. എൻ്റെ ദുആയുടെ മറുപടി എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ റബ്ബ് എന്നെ മറന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു ടോക്ക് കേൾക്കുന്ന നിങ്ങളിൽ ഒരാളെങ്കിലും ഒരുപാട് കാലമായി ഒരു ദുആയുമായി ജീവിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എൻ്റെ ദുആ ഇനി സ്വീകരിക്കപ്പെടില്ല എന്ന്. എന്നാൽ അങ്ങനെ കരുതരുത്. നിങ്ങളുടെ ദുആ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ റബ്ബുമായുള്ള ബന്ധം ഉപേക്ഷിക്കരുത്. നമസ്കാരവും പ്രതീക്ഷയും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഹൃദയം പറയും, എനിക്ക് എപ്പോൾ ലഭിക്കുമെന്നറിയില്ല, എങ്ങനെ ലഭിക്കുമെന്നറിയില്ല, പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ലത് തന്നെ തീരുമാനിക്കുമെന്ന്. ഇതാണ് തവക്കുൽ. ഇതാണ് വിശ്വാസം. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും കൈകൾ ഉയർത്തുക. കണ്ണു നിറഞ്ഞാലും കൈകൾ താഴ്ത്തരുത്. മറുപടി വൈകിയാലും ദുആ നിർത്തരുത്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അള്ളാഹുവിനോട് പറയുക. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൽ എല്ലാം നമ്മുടെ ആഗ്രഹം പോലെ നടക്കണമെന്നില്ല, പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ അറിവിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യുക, ശ്രമിക്കുക, സബ്ർ ചെയ്യുക, തവക്കുൽ ചെയ്യുക, പ്രതീക്ഷ കൈവിടാതിരിക്കുക. നമ്മുടെ ദുആകൾക്ക് അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ മറുപടി നൽകട്ടെ. നമ്മുടെ കണ്ണുനീരിന് ആശ്വാസം നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.